ഹലോ കൂട്ടുകാരെ, റീമൂസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് അടിപൊളി പണി കിട്ടിയിരിക്കുകയാണ്. എൻ്റെ വണ്ടിയാണ് എനിക്ക് പണി തന്നത്. ഇന്ന് അല്ലൂസിനതാ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കുന്ന ഓട്ടോയിലാണ്. സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോകുവാണ്. വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയി. എന്താണെന്നറിയാവോ പണി കിട്ടിയത്? നമ്മുടെ റോഡിലൂടെ ഓടിച്ചോടിച്ച് എൻ്റെ വണ്ടിയുടെ ടയർ ഫുള്ള് മുട്ടയായി. മുട്ടയെ മീൻസ് തേഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയ ടയറൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഇന്നിവിടെ റെഡിയാക്കി തരുവാണ് ആ ചേട്ടൻ. അങ്ങനെ ആ വണ്ടിയുടെ ഫ്രണ്ട് ടയർ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുതിയ ടയർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ കോലം കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇടയ്ക്ക് വല്ലപ്പോഴൊന്ന് കഴുകിക്കൂടെ എന്ന്. അതെ, ഇടയ്ക്കൊന്ന് കഴുകണം, എനിക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ കൊല്ലം വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയുടെ അവിടെയാണ് വന്നിരിക്കുന്നത്. അതായത് എൻ്റെ ചേച്ചി ജസ്റ്റ് വിളിച്ചു ഹോസ്പിറ്റലിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. അതായത് നേരെ ഓപ്പോസിറ്റുള്ള സാംസങ് ക്ലിനിക്കിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പള്ളി എങ്ങനെയുണ്ട് കാണാൻ? ഇതാണ് നമ്മുടെ കൊല്ലം വേളാങ്കണ്ണി മാതാവിൻ്റെ ചർച്ച്. അടിപൊളിയല്ലേ കാണാനായിട്ട്? ഇപ്പം ഇന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് അവിടെ ദിവ്യബലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അകത്ത് നല്ല തിരക്കുണ്ട്. ഞാനിവിടെ നിന്ന് ഇങ്ങനെ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളെല്ലാവരും ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അത് കഴിഞ്ഞിട്ട് നേരെ അകത്ത് കയറി, ക്ലിനിക്കിൻ്റെ അകത്ത് കയറി ജസ്റ്റ് ചേച്ചിയുടെ കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഇവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഭയങ്കര ബോറിങ്. ഡോക്ടറിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ കൊല്ലം ചിന്നക്കടയിലാണ് വന്നിരിക്കുന്നത്. നല്ല വെയിലായിരുന്നു, നല്ല ചൂടുമായിരുന്നു. അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഒരു ജ്യൂസ് കടയിലോട്ട് വന്നു. അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും നല്ല 2 കരിക്ക് ഷേക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എനിക്ക് കരിക്ക് ഷേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കരിക്ക് ഷേക്ക്, ഞങ്ങൾ രണ്ടും കൂടെ കരിക്ക് ഷേക്ക് കുടിക്കുകയാണ്. അതുമാത്രമല്ല ഇവിടെ വേറെ ഒരുപാട് ഷേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോരാത്തിന് ഇവിടെ ഷവർമയുണ്ട്. ഷവർമ വന്നിട്ട് 40 രൂപയാണ് വരുന്നത്. ഷാർജ വന്നിട്ട് 50 രൂപയാണ്. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഷേക്കെല്ലാം കുടിച്ച് വീട്ടിൽ പോയി ലഞ്ചൊക്കെ കഴിച്ചു. ഇനി അടുത്ത് പോകാൻ പോകുന്നത് അല്ലൂസിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണം. അതിന് മുമ്പായിട്ട് അല്ലുക്കുട്ടിനെ വൈകിട്ടത്തേക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ടൊരു കടലോട്ടുകൂടെ കയറുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ നാട്. എങ്ങനെയുണ്ട്? കാണാൻ നല്ല ഭംഗിയല്ലേ? ഇതാണ് ഞങ്ങളുടെ പള്ളി. തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് കടൽ വരുന്നത്. നല്ല ഭംഗിയാണ്. കടപ്പുറ സൈഡാണ്. വൈകിട്ടൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. വൈകുന്നേരം അല്ലുക്കുട്ടിന് ചായയോടെ കഴിക്കാൻ വേണ്ടിയിട്ട് പഴംപൊരി വാങ്ങിക്കാനാണ് വന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു കടയാണിത്. നല്ല അടിപൊളി പഴംപൊരിയും അടിപൊളി ഉള്ളിവടയും കിട്ടുന്നൊരു കിടു സ്പോട്ടാണ്. ആ ചട്ടിക്കകത്ത് ആ ഉള്ളിവടയൊക്കെ കിടന്ന് മൊരിയുന്ന കാണാൻ എന്ത് ഭംഗിയുണ്ടല്ലേ? ഈ കാണുന്ന ഭംഗി മാത്രമല്ല, കഴിക്കുമ്പോഴും അതിനപ്പുറം ടേസ്റ്റാണ്. നല്ല കടുപ്പമുള്ളൊരു ചൂട് ചായയും അതിൻ്റെ കൂടെ ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഉള്ളിവടയും കൂടെ ആയിട്ട് കഴിക്കുമ്പോൾ എന്ത് രസമായിരിക്കുമല്ലോ. ഉള്ളിവട പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളി നല്ല സോഫ്റ്റുമാണ്. കഴിക്കാനാണെങ്കിലോ അതിനപ്പുറം ടേസ്റ്റാണ്. അതേ കണക്ക് തന്നെയാണ് പഴംപൊരിയും. ചേട്ടൻ്റെ കട വരുന്നത് പോർട്ട് കൊല്ലത്താണ്. ഞാൻ മോനെ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടനൊന്ന് പരിചയപ്പെട്ടാലോ? ചേട്ടൻ്റെ പേരെന്തുവാ? കെമീർ. കെബീർ. ഓക്കെ, ചേട്ടൻ എത്ര വർഷമായി ഇവിടെ? 6 വർഷമായല്ലേ? അപ്പോൾ ഒരുപാട് പേര് വരാറുണ്ടല്ലേ? ആണല്ലേ? ഞാൻ ഇടയ്ക്കൂടെ വരാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പഴംപൊരിയും ഉള്ളിവടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പഴംപൊരിയൊക്കെ വാങ്ങിച്ച് അല്ലൂസിനെയും വിളിച്ച് നേരെ നമ്മുടെ പോർട്ട് കൊല്ലം ഹാർബറിലോട്ടാണ് വന്നിരിക്കുന്നത്. നാളത്തേക്കുള്ള കറിക്കുള്ള മീൻ വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. ഒരുപാട് മീനുകൾ ഇരിക്കുന്നത് കണ്ടു. പക്ഷെ ഞാനിവിടെ നിന്ന് അയില മാത്രമേ വാങ്ങിയോളൂ. അതും വാങ്ങി നേരെ ഞാൻ വീട്ടിലോട്ട് പോയി. അല്ലുക്കുട്ട സ്കൂളിൽ നിന്ന് വന്ന് ചൂടുള്ള പഴംപൊരിയും ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അല്ലുക്കുട്ടനെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുവാണ്. നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പം ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.